ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലായിട്ട് സർവീസ് ചെയ്യണം, എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണം, പിക്കപ്പ് ഒരല്പം കുറവുണ്ട് അപ്പോൾ അത് നോക്കണം, വാൽവ് സെറ്റ് ചെയ്യണം, വാട്ടർ സർവീസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വണ്ടി ഒരല്പം റഫായിട്ടാണ് വണ്ടി നമുക്ക് ഫീൽ ചെയ്യണേ. ചെയിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസമുണ്ട്. പിന്നെ ക്ലച്ച് കേബിൾ ലോഡായിട്ട് ക്ലച്ച് ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിൽ ക്ലച്ചിൻ്റെ ഉണ്ട്. എൻജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയേക്കണ കംപ്ലയിൻറ്റ് കേട്ടോ. നമ്മൾ ജനറലായിട്ടുള്ള സർവീസിനായിട്ട് കയറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ കിടക്കണം, നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്താൽ നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിനായാലും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. വീൽ ബെയറിംഗ് ഒക്കെ ഓക്കെയാണ്. ബാക്കിലത്തെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് മൊത്തം പൊടിഞ്ഞു പോയേക്കാം. അപ്പോൾ അത് പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിലേഷൻ കൊടുത്തിട്ട് എടുക്കുന്ന സമയത്ത് മൊത്തത്തിലൊരു ബാക്ക് സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ ചെയിൻ സ്പോക്കറ്റ് വലിയ പഴക്കമില്ലാത്ത സ്പോക്കറ്റാണ്. പക്ഷേ കമ്പനി സ്പോക്കറ്റ് അല്ല, വേറെ റോഡിൻ്റെ ആണെന്ന് തോന്നുന്നു സ്പോക്കറ്റ്. പക്ഷേ അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. കേട്ടോ, അത് ചില സ്ഥലങ്ങളിൽ ഉടക്കണ പോലെ സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് ഓടിക്കണ സമയത്ത് കാണിക്കുന്നുണ്ട്. കേട്ടോ, ഈ വന്ന സൗണ്ട് ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെയിൻ സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ, സൗണ്ടിൻ്റെ കേസ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റിക്കളയാം, വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ വീൽ റബ്ബറൊക്കെ മാറ്റുമ്പോൾ അത്യാവശ്യം ബാക്കിയത്തെ ഭാഗങ്ങൾ ഓക്കെ ആയിക്കോളും. പക്ഷേ ചെയിൻ്റെ കേസ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിട്ട് അത് റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് ഇവിടെ ഈ പ്ലഗ് റബ്ബർ ലീക്ക് ഉണ്ട്, സ്പോക്കറ്റിൻ്റെ അവിടുത്തെ ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് മാറ്റിയിടാം. അതൊന്ന് ക്ലീൻ ചെയ്താൽ രണ്ടും മാറ്റിക്കളയാം. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പൊടി കയറി അത്യാവശ്യം ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. പിന്നെ വാൽവൊക്കെ നല്ല രീതിയിൽ ലൂസാണ്. ടാപ്പറ്റ് സെറ്റ് ചെയ്യേണ്ട ടൈമാണ്. നല്ലോണം ലൂസ് അതിൻ്റേതായിട്ടുള്ള അടി കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് കേബിളുകളൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ മൊത്തം ഒരു തുരുമ്പിൻ്റെ പ്രസൻസ് കണ്ടോ അത് ഈ ഭാഗത്ത്. അത് ആ വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആരംഭമാണ്, കൈയോടെ മാറ്റി കളയുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, മീറ്റർ റീഡിങ് കാണിക്കണില്ല. അത് കേബിൾ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ വീലിൻ്റെ ഉള്ളിലുണ്ട് ഈ ക്രൗൺ പിനിയൻ സെറ്റ് മാറ്റണം. അപ്പോൾ ആ ഭാഗം നമുക്ക് ഓക്കെ ആയിക്കോളും. മെക്കാനിസം ചെക്ക് ചെയ്തു, ടൈറ്റോ കാര്യങ്ങളോ ആയിട്ടില്ല. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ മെയിനായിട്ട് കംപ്ലയിൻറ്റ് മെക്കാനിസം സ്റ്റക്കായി പോകുന്ന കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്കത് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ WD-40 ഒക്കെ അടിച്ചിട്ട് ഒന്ന് സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ കേബിളും ക്രൗണും പിന്നിനും മാറ്റിയിട്ട് കഴിഞ്ഞാൽ മീറ്റർ വർക്കിംഗ് ആയിക്കോളും. പക്ഷേ പെട്രോൾ മീറ്റർ വർക്കിംഗ് അല്ല, അതായത് ഫ്യൂല് കാണിക്കില്ല. അത് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. നിലവിൽ ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റ് അല്ല, മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് നമുക്കത് റിപ്പയർ ചെയ്യാനായിട്ട് അതിൻ്റെ ഐറ്റം അവൈലബിൾ അല്ല. അപ്പോൾ അത് ആ രീതി തന്നെ ഉപയോഗിക്കേണ്ടി വരും. പെട്രോൾ മീറ്ററിൻ്റെ വെച്ചിട്ട് അത് പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ മീറ്റർ റേസൊക്കെ റെഡിയാക്കാൻ വേണ്ടി അയച്ചാണ് ഫ്രണ്ട് സൈഡ്. സ്പാർക്ക് പ്ലഗ് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ പ്ലഗ് മാറ്റി വിടണം ശരിക്കും കേട്ടോ. ഞാൻ എസ്റ്റിമേറ്റിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കിയായിരുന്നു. എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ നല്ല ഓയിലായിട്ടാണ് കാണണം കേട്ടോ. ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട്. ഇപ്പോൾ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ, അതായത് ഏകദേശം ഒരു 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 3000 ഓടിയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറ്റാം. ഇനി അതല്ല 3000 കിലോമീറ്റർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഓയിൽ തന്നെ മതി. കാരണം ഓയിൽ വലിയ മോശം തോന്നണില്ല, ലെവലാണെങ്കിൽ കുറവില്ല. അപ്പോൾ അതുകൊണ്ട് കിലോമീറ്റർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റണ്ട, നേരെ മറിച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നൊരു സംശയം ഉണ്ടെങ്കിൽ മാറ്റി കളഞ്ഞണം. എന്നിട്ട് സ്പീഡോമീറ്റർ ഇപ്പോൾ നമ്മൾ വർക്കിംഗ് ആക്കുന്നുണ്ട്. പ്ലസ് 3000 കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിൻ ഓയിൽ മാറ്റാം. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് കൃത്യമായിട്ട് നമ്മൾ ടൈം ലാഗ് കാണിക്കരുത് കേട്ടോ, കറക്റ്റായിട്ട് ചെയ്ത് പോക്കണം. കാരണം ഞാൻ എഞ്ചിൻ ഓയിൽ മാറ്റാതെ ഓടുമ്പോഴാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ്സ്, മെയിനായിട്ട് എഞ്ചിൻ്റെ ഭാഗത്ത് കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണം അവിടെ വരുമ്പോഴാണ് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി നോക്കി 2025 ബാറ്ററിയാണ്, പവർഫുൾ ബാറ്ററിയാണ്, കുഴപ്പമൊന്നുമില്ല. 12 വോൾട്ട് 90 കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.92 വന്നിട്ടുണ്ട്. പക്ഷേ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ബ്രേക്കിൻ്റെ റിട്ടേൺ സ്പ്രിങ് ഓരോന്ന് ചാടി പോയിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ റിട്ടേൺ ചെയ്യാനായിട്ടൊരു സ്പ്രിങ് അതിൻ്റെ ഉള്ളിലുണ്ട്, ആ സ്പ്രിങ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ്. അതിന് പുറമെ നമുക്ക് ചെയ്യേണ്ടി വന്നത് ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, അത് മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഡാമേജുള്ള പാർട്സുകളൊക്കെ എസ്റ്റിമേറ്റ് കാണിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന് ചെയിൻ സ്പോക്കറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈറ്റ് ബൾബ്, ഈ ബൾബ് പറഞ്ഞ് പോയിട്ടുണ്ട്, അത് നമുക്ക് കാണിക്കുന്നുണ്ട്. വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ സ്പോക്കറ്റിൻ്റെ ഓയിൽ സീൽ പ്ലഗ് റബ്ബർ ഉൾപ്പെടുത്തുന്നുണ്ട്.
ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും വീൽ ബെയറിങ്ങും അതേപോലെ തന്നെ വീൽ ബെയറിങ്, ഗിയർ സെറ്റ്, സ്പീഡോമീറ്ററിൻ്റെ ഗിയർ സെറ്റ്, സ്പീഡോമീറ്റർ കേബിൾ, അത്രയാണ് മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയാണ്. പിന്നെ വാൽവ് സെറ്റ് ചെയ്യാനുണ്ട്. അത് കൂടാണ്ട് ഇഗ്നീഷ്യസ് സ്വിച്ച്, താക്കോൽ സ്വിച്ചിനൊരു ലൂസ് കോൺടാക്റ്റ് ഉണ്ട്, അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാം. അത്രയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ജനറൽ സർവീസിൽ പുറമെ വന്ന കേസാണ് സ്വിച്ച് ക്ലീനിങ്, ചെയിൻ സ്പോക്കറ്റൊക്കെ വരാണെങ്കിൽ അതിന് പുറമെ വന്ന കേസാണ്. ഞാൻ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. കാരണം എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ, എന്തെങ്കിലും മനസ്സിലാവാത്തതോ ഇനി എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് വിളിച്ച് ഒരു ക്ലാരിഫൈ ചെയ്തതിന് ശേഷം വേണം പെർമിഷൻ കൊടുക്കാൻ കേട്ടോ. നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിളിച്ചോളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ്. എല്ലാം നമുക്ക് മാറ്റേണ്ട ഐറ്റംസ് തന്നെയാണ്. ചെയിൻ സ്പോക്കറ്റിൻ്റെ ഈ പറഞ്ഞ പോലെ ആ സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ ചെയിൻ കിറ്റ് മാറണം. ചെയിൻ വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ കമ്പനി ചെയിനൊന്നും അല്ല, എന്നാൽ പോലും അത് കയറി കടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ സൗണ്ട് മാറാത്തത് കേട്ടോ. എന്തായാലും വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് വിളിക്കാം. ഞാൻ എൻ്റെ എസ്റ്റിമേറ്റും വീഡിയോസ് ചെയ്തും വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അതിനുശേഷം ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, പെർമിഷൻ കൊടുക്കാം. അന്നേരമാണ് നമ്മൾ ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ.